ഡിസംബർ 6 തകർന്നു വീണ ബാബരി മസ്ജിദിന്റെ 33 കൊല്ലത്തെ ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഓർത്തുവെച്ചോളൂ, ആയിരക്കണക്കിന് ബാബരികൾ നമ്മുടെ ചുറ്റും ഉയർന്നു വരികയാണ്. ഈ പോർട്ടൽ സംവിധാനത്തിലൂടെ, വഖഫ് ബില്ലിലൂടെ, നിയമത്തിലൂടെ, ഇത്തരം സംവിധാനങ്ങളിലൂടെ നമ്മുടെ നാടുകളിലെ വഖഫ് സ്വത്തുകൾ പലർക്കും കയ്യേറ്റം ചെയ്യപ്പെടാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. 992 ഡിസംബർ 6 നിന്ന് 33 കൊല്ലങ്ങൾക്കിപ്പുറം നമ്മുടെ നാട്ടിൽ ഒരു ബാബരിയല്ല, നമ്മുടെ നാടുകളിലെ പള്ളികളും വഖഫ് സ്വത്തുകളും മുഴുവനും സംശയാസ്പദമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഈ പരന്നുകിടക്കുന്ന വഖഫ് സ്വത്തുകളൊന്നും ഒരാളിൽ നിന്നും നമ്മൾ കയ്യേറ്റം ചെയ്തതല്ല, ഒരാളിന്റെയും ഭൂമി പിടിച്ചെടുത്തതല്ല. നമ്മുടെ മുൻഗാമികൾ അധ്വാനിച്ചതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അത് പൂർണ്ണമായും മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. വഖഫ് സ്വത്തുകൾ മുസ്ലിമീങ്ങളുടേതാണ്, അത് നമ്മുടേതാണ്. നമുക്കൊരു ബാബരി മസ്ജിദിനെയാണ് അറിയുന്നതെങ്കിൽ അല്ല, കഴിഞ്ഞ കാലത്തിന്റെ ഇടയിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ തകർന്നു വീണ പള്ളികൾ വേറെയുണ്ട്. 1200 കൊല്ലം പഴക്കമുള്ള ജഅഫർ മുജഫർ ദർഗയുണ്ടായിരുന്നു ഗുജറാത്തിൽ, പൊളിച്ചു കളഞ്ഞു. നമ്മുടെ മാധ്യമങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാത്തത് കൊണ്ടാണ്. ഡൽഹി മെഹ്റോളി മസ്ജിദ് ഉണ്ടായിരുന്നു, ജിന്നത്ത് വാല പള്ളി, 600 കൊല്ലം പഴക്കമുണ്ടായിരുന്ന പള്ളിയാണ്. അനധികൃതമായ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടാണ് പൊളിച്ചു കളഞ്ഞത്. 600 കൊല്ലം മുമ്പുള്ള പള്ളി അനധികൃതമായ നിർമ്മാണം എന്ന്